ആ പൈസ അതുകൊണ്ട് ചെലവായില്ല. അപ്പൊ അവൻ പറയാം ഏതായാലും ആ പൈസ അവിടെ ഇരിക്കുകയാണ്, നമുക്ക് ഇതേ ഫുഡ് കഴിക്കാം. നമ്മൾ ഇങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോ മക്കളെ, വലിയ ഒരു സംഭവമാണ് ഇങ്ങോട്ട് പറയാൻ പോകുന്നത്. നിസ്സാര കേസല്ല. നമ്മുടെ കുട്ടിമോന് ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. മുത്തുവിന്റെ അടുത്ത് ഫോൺ ഉണ്ട്, അത് താൽക്കാലികം ഒരു ഫോൺ ഉണ്ട്, നല്ല ഫോണൊന്നും അല്ലെങ്കിലും അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ഗ്ലാസ് കാര്യമൊക്കെ ഇടക്ക് ഡിസ്പ്ലേ ഒക്കെ പോകും, പിന്നെയും മാറ്റും, അങ്ങനെ ഉപയോഗിക്കണം. പക്ഷെ കുട്ടിമോന്റെ അടുത്ത് ഒന്നും ഇല്ല കേട്ടാ. അപ്പൊ അവന്റെ ദീർഘകാലങ്ങളായിട്ട് ഭയങ്കര ആഗ്രഹം, എനിക്കൊരു ഫോൺ വേണമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ സാഹചര്യമില്ല. പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബർ അവനൊരു അടിപൊളി ഫോൺ കൊടുത്തയച്ചു. മാഷാ അള്ളാഹു അദ്ദേഹത്തിന് അർഹതായ പ്രതിഫലം കൊടുക്കട്ടെ, അമീൻ. ദീർഘായുസ് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ, അമീൻ. അപ്പൊ എന്ത് വിഷയം എന്ന് പറയുന്നത്, വേറൊരു വിഷയം ഉണ്ട് ഇതില്. അതായത് ഇവനൊരു ഫോണ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ സ്വരൂപിച്ച് വെക്കായിരുന്നു. മാളെന്താ ഉണ്ടാത്ത് ഒരു സ്വരൂപിച്ച് വെക്കായിരുന്നു. 10 കിട്ടുന്നതും 20 കിട്ടുന്നതും 100 കിട്ടുന്നു 50 കിട്ടുന്നു സ്വരൂപിച്ച് വെച്ച് കുഴപ്പമില്ലാത്ത ഒരു സാധാരണക്കാരൻ ഒരു ഫോൺ വാങ്ങാനുള്ള ഒരു സംഖ്യ അവന്റെ കയ്യിൽ ആയിക്കണ്. പക്ഷെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാൻ ചെറിയൊരു സംഖ്യ, വളരെ ചെറിയ സംഖ്യ, നല്ല ഫോണൊന്നല്ല, ചെറിയൊരു ഫോൺ വാങ്ങാനുള്ള ചെറിയൊരു സംഖ്യ. അപ്പൊ അവര് +2 വിദ്യാർത്ഥിന്റെ കയ്യിൽ എങ്ങനെയുള്ള എത്ര സംഖ്യ ഒക്കും? അതായത് അവൻ ബസ്സിന് കൊടുക്കുന്ന പൈസയിൽ നിന്ന് മിച്ചം വെച്ചിട്ടും കോളേജിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്ന എല്ലാം മിച്ചം വെച്ച് 10 രൂപ 20 രൂപ ഒക്കെ സ്വരൂപിച്ച് വെച്ച് അന്ന് ആ കിട്ടുന്നത് ആഴ്ചയിൽ 300 രൂപയാണ്. അതെ, അപ്പോ അങ്ങനെ സ്വരൂപിച്ച് വെച്ച് ഏതായാലും പടച്ച റബ്ബിന്റെ ഒരു വിധി എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു അതായത് ആ കിട്ടിയ ഫോണെന്ന് വെച്ച് ഏതാ ഫോണ് നിങ്ങളെല്ലാം കണ്ടില്ലേ അല്ലേ? നല്ല അടിപൊളി ഫോണാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആപ്പിളിന്റെ ഫോണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ ആ ഫോണ് കിട്ടിയെന്ന് മാത്രമല്ല, ആ ഫോണ് കിട്ടിയതിന്റെ പേരിൽ അവൻ നമുക്ക് നല്ലൊരു ട്രീറ്റ് തരാൻ പോവാണ്. എന്താ വെച്ചാല് അവൻ നിങ്ങൾ ചോദിക്കും അവന് ക്യാഷ് കൊടുക്കുന്നത്, അത്രയും അവൻ സ്വരൂപിച്ച് വെച്ച ആ പൈസ കൊണ്ടാണ് അവൻ നമുക്കൊരു ട്രീറ്റ് തരാൻ പോകുന്നത്. ഇതെല്ലാം മക്കൾക്കൊരു മാതൃക തന്നെയാണ്. ഞങ്ങളുടെ മകനായിട്ട് ഞങ്ങൾ പൊന്തിച്ച് പറയുന്നില്ല കേട്ടോ, കാരണം എനിക്കും തന്നെ അത്ഭുതമാണ്. നമ്മളെ എല്ലാ മക്കളും അങ്ങനെ തന്നെ കേട്ടോ. ഒരാളെ ഇവന്റെ ഒരു വിഷയം വന്നപ്പോൾ ഇവനെടുത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഏതായാലും അവനെ ഒരു ട്രീറ്റ് തരാൻ പോവാണ് നമുക്ക്. അപ്പൊ ഞങ്ങളോട് ട്രീറ്റ് തരുന്നതിന്റെ വലിയൊരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊന്നും വലിയ ഷോപ്പൊന്നും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവനക്കൊരു ആഗ്രഹം, ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ ജ്യേഷ്ഠനും അനിയന്മാർക്കും ഒക്കെ നല്ലൊരു അറേബ്യൻ ഫുഡ് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പോൾ ഏതായാലും അവൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു വേണ്ട കുറേ പൈസ ആവൂലേ, അപ്പോൾ അതിനുള്ള പൈസ ഒക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ അതിനൊക്കെ ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ അനുജനും ജ്യേഷ്ഠന്മാർക്കൊക്കെ എൻ്റെ ജ്യേഷ്ഠനുക്കൊക്കെ എല്ലാവരും അവിടെയൊക്കെ പോയി കഴിക്കുന്നുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് നല്ലൊരു അറേബ്യൻ ഫുഡ് ഒന്ന് കഴിക്കാം. ഉപ്പ ചിലപ്പം ഗൾഫിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും മുമ്പ് പോയപ്പോൾ, പക്ഷെ എൻ്റെ ഉമ്മ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതായാലും അവർക്ക് നല്ലൊരു അറേബ്യൻ ഫുഡ് നിങ്ങൾ കഴിക്കണം. അതിനുവേണ്ടി ഞാൻ എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന എവിടെ കുട്ടിമാനെ? അറേബ്യൻ മജ്ലിസ് കോട്ടക്കൽക്കാണ് പോകുന്നത്. അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങളെല്ലാം അറേബ്യൻ മജ്ലിസ് എന്ന ആ റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ വേറെന്താ വീഡിയോയിലേക്ക്. അപ്പോ മക്കളെ, നമ്മളിത് അറേബ്യൻ മജ്ലിസിന്റെ മുമ്പിൽ ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡൊന്ന് യൂട്ടേൺ അടിച്ച് വരണം, അവിടെ നിന്ന് തിരിയാൻ പറ്റൂല കേട്ടോ. റോഡൊക്കെ ഒന്ന് ഒഴിവാണ്, ഞായറാഴ്ച ആയതുകൊണ്ടേ. അപ്പൊ അറേബ്യൻ മജ്ലിസിന്റെ മുമ്പിൽ നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇറങ്ങിക്കോളിട്ടാ. ഹലോ മോൾട്ടിയെ കുട്ടിമോനും മുട്ടൊക്കെ ഇറങ്ങിക്കോളി. ഗ്ലാസ് എത്തിക്കളി. അപ്പോൾ ഞങ്ങളിതാ കോട്ടക്കൽ അറേബ്യൻ മജ്ലിസ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ കുട്ടിമോനും മോനൊക്കെ ബേക്കറി ഇങ്ങനെ ജസ്റ്റ് ഫോണൊക്കെ നോക്കി ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഏതായാലും നല്ല വിശപ്പുണ്ട്, കാരണം ഇന്ന് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ക്ലീനിങ്ങും പണിയൊക്കെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതായാലും ഹോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഏതായാലും ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. ഏതായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചെന്ന ഉടനെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നെ. അതെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ റെസ്റ്റോറന്റിലൊക്കെ കയറിയ പൊതുവേ അല്ലേ കുറച്ചു നേരം വെയിറ്റ് ചെയ്താലേ സാധനങ്ങളൊക്കെ എത്തുള്ളൂ. ഞങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ള റെസ്റ്റോറന്റിലൊക്കെ ആദ്യമായിട്ട് കയറുകയാണ്. ഇങ്ങനത്തെ ആദ്യമായിട്ട് കയറുകയാണ്. ഇത് പറഞ്ഞാലേ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചെന്ന് പറയുമ്പോഴൊക്കെ ഞമ്മക്കൊന്നും ഇവിടെ തിന്നാൻ കഴിയില്ലല്ലോ എന്നൊക്കെ. അപ്പൊ ഏതായാലും മക്കളെ കൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു പൈസ ഉണ്ടായതുകൊണ്ട് തിന്നാൻ പറ്റി. നമ്മളെ മക്കളെ ഒരു ആഗ്രഹം പോലെ തന്നെ തിന്നണതല്ല കേട്ടോ. നമ്മൾ ഇതിനൊക്കെ കയറുമ്പോ രസമല്ല തിന്നപ്പം ഫുഡാണ്. മക്കൾക്ക് ഫുഡ് ഭയങ്കര നമ്മളെ ഫുഡിന്. പക്ഷെ വേറെ വിഷയമുണ്ട്, നമ്മളെ മക്കള് നമുക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ് വാങ്ങി തരുന്നത് ആ ഫോണ് തന്ന ആളെ പിന്നെ കാരണം കൊണ്ടാണ്. ആ പൈസ അതുകൊണ്ട് ചെലവായില്ല. അപ്പൊ അവൻ പറയാം ഏതായാലും ആ പൈസ അവിടെ ഇരിക്കുകയാണ്, നമുക്ക് ഇതൊരു ഫുഡ് കഴിക്കാം. നമ്മൾ ഇങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വലിയ ഹോട്ടലിലൊന്നും നമ്മൾ കയറിയില്ല. അപ്പൊ ഏതായാലും ഇന്നിപ്പോ എന്താണ് അങ്ങനെ കഴിക്കാനാക്കി. എനിക്കല്ല ആഗ്രഹം ഇതിലൊന്നും. ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇതാണ് അറേബ്യൻ മജ്ലിസ്. കുട്ടിമോൻ പറയും അത് നല്ല അടിപൊളിയാണ് ഫുഡ്. അതില് നമുക്ക് ഒരു ദിവസം പോകണം. ഓ എപ്പോഴും പറച്ചിലുണ്ട്. പക്ഷെ ഇന്നാണ് അതിനൊരു മുത്തും പറയും. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞത് വെച്ചാൽ കുട്ടിമോന് നല്ലൊരു പ്രവർത്തനം ചെയ്യുന്ന എല്ലാ മക്കൾക്കും ഒരു മാതൃകയാവട്ടെ. പക്ഷെ ഈ ഫോണ് തന്ന ആള് ഈ ഫോൺ തന്നതുകൊണ്ടാണ് അപ്പൊ കുട്ടിമോൻ വാങ്ങി തന്നെ. അപ്പൊ ഏതായാലും ഫോൺ തന്ന ആൾക്ക് ഉണ്ടായത്. അതെ, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ അല്ലേ. അങ്ങനത്തെ ഒരു അത്ഭുതമാണ്. അതെ, പണി പാടുന്ന കോലാട്ടാ. സാലഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പൊന്നും മാൾട്ടിയും മാളും കൂടി വേഗം തീർക്കേണ്ടത്. ചിലപ്പോൾ വെയിറ്റർ വരുമ്പോൾ ചോദിക്കും ഇത് ഞാൻ കൊണ്ടുവന്നിയല്ലോ, എന്റെ മിസ്റ്റേക്കാണോ? ഈ അവസ്ഥയെത്തി. അപ്പൊ അതിന്റെ ഇടയില് വെൽക്കം ഡ്രിങ്ക് എത്തിട്ടാ. നല്ല അടിപൊളി ബത്തക്ക ജ്യൂസ് ചെയ്യുന്നില്ലേ. അതെ, ഞാൻ ചോദിച്ചു ഞാൻ ഇത് വെൽക്കം ഡ്രിങ്ക് പറഞ്ഞപ്പോ എന്തോ സംഭവം വരാണ്ട് വിചാരിച്ചു. എന്താണ് ഈ വെൽക്കം ഡ്രിങ്ക് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വെൽക്കം ഡ്രിങ്ക് പറഞ്ഞ എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒരു ജ്യൂസ് കൊടുന്നേരാ. അപ്പൊ ഇതാണല്ലേ വെൽക്കം ജ്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞത് ബത്തക്കുള്ള ഉള്ളത് വെൽക്കം ഡ്രിങ്ക് ആണോ ചോദിച്ചു. ഏതായാലും ഞങ്ങൾക്ക് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഏതൊരു സിനിമ ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മളെ കൊച്ചിന്റെ നിഫിന്റെ കൂടി കാട്ടുന്ന് വരും. ഇത് എന്താ പറയാ, ഓന് കൊറേ ദിവസമായി ഒരു കൂട്ടി വെച്ച പൈസയാണ്. അപ്പൊ ഏതായാലും നമ്മളെന്തെങ്കിലും തിന്നുകാണ്ട് വരിക. ഫോണ് കിട്ടിയതല്ലേ, ഫോണിന് അത്രയും പൈസ ചെലവാക്കി നമുക്കൊരു ഫോണ് തന്നില്ല. അപ്പൊ അതിന് ഏതായാലും ആ പൈസ നമുക്ക് ഭക്ഷണം കഴിക്കാം, അതൊക്കെ ഓർമ്മകൾ ഉണ്ടാവുള്ളൂ പറഞ്ഞാണ്ട്. അതായത് കുട്ടികൾക്ക് മനസ്സിൽ വന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഓല ആഗ്രഹം നല്ലൊരു അറബിക് ഫുഡിൽ ഞങ്ങളെ ഉപ്പാനും ഉമ്മാനും ഞങ്ങളെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ഇന്നത്തെ ലോകത്ത് ഈ കുട്ടി എന്ന് വെച്ചാൽ ഞങ്ങളെ കുട്ടിയായിട്ട് പറയല്ല, മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഒരു മാതൃക തന്നെയല്ലേ. ഇത് അടിപൊളി ചിക്കൻ സൂപ്പ് എത്തിയിട്ടുണ്ട്. അതെ, ചിക്കൻ സൂപ്പ് എന്ന് വെച്ചാൽ പക്ക അറേബ്യൻ ആണ്. അത് പറയാൻ കാരണം ഞാൻ അറബിക്ക് ഇതൊക്കെ ഞാൻ മുമ്പ് വിദേശത്ത് നിൽക്കുമ്പോൾ കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് പക്ക അറബിക്ക് തന്നെയാണ്, ഒന്നും പറയല്ല. മോളിട്ടൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കണ എന്തൊക്കെ അത് കണ്ടില്ലെങ്കിൽ ആ വരവ് കണ്ടില്ല, പുകയിപ്പിച്ചിട്ടില്ലേ. മന്തിയും പിന്നെ അൽഫാമും. അതെ അതെ, ഞങ്ങൾ 2 പ്രാവശ്യം ശരീരത്ത് ഇങ്ങനെ കുത്തി നോക്കി ഇത് ഞങ്ങൾ തന്നെയാണോ അവിടെ ഇരിക്കണെന്ന് അല്ലേ. ഫുഡ് ഇത് നിങ്ങൾ നമ്മളെ സന്തോഷം കൊണ്ട് വീഡിയോ ചെയ്തട്ടെ. കാരണം വെച്ചാല് ഫുഡിന്റെ കാര്യത്തില് അവരിങ്ങനെ മെനു തന്നിരുന്നു എന്തൊക്കെയാ വേണ്ടിന്നൊക്കെ. അതെ അല്ലേ, നമുക്ക് പറ്റിയത് നമ്മൾ ഓർഡർ ചെയ്ത്. ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും കിട്ടാത്ത ഒരുപാട് ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളും അതിൽ പെട്ട തന്നെയാണ്. പക്ഷെ ഇതൊന്നും നമ്മള് ഓരോരുത്തർ ഇങ്ങനെ തിന്നിന് കാണുമ്പോഴും നമുക്കിങ്ങനെ നമുക്ക് ഒരു ദിവസം തിന്നണല്ലേ എങ്ങനെയൊക്കെ പോയിക്കാണെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഏതായാലും ഓരോരുത്തർ ഇങ്ങനെ തിന്നുമ്പോ പറഞ്ഞു നമുക്ക് എന്നേ ഇങ്ങനെയൊക്കെ തിന്നണം പോയിക്കാണ്ട്. പക്ഷെ ഏതായാലും ഇന്നത് സാധിച്ച്. എന്താന്ന് വെച്ചാല് ആ ഫോണ് ആ മനുഷ്യൻ തന്നതുകൊണ്ട് ആ പൈസ ഓനവിടെ വെച്ചത് കാരണാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അല്ലെങ്കിൽ ഒന്നും ഒരിക്കലും നമ്മള് തിന്നൂല. തിന്നുവയ്ക്കാരം നമ്മളെ കയ്യില് പൈസ ഒക്കെ ഉണ്ടാവുമ്പോ നമ്മള് തിന്നുവയ്ക്കാരം. പക്ഷെ ഇത് ഇവനിങ്ങനെ ഇതാക്കിയതുകൊണ്ട് അല്ലേ കഴിക്കാൻ പറ്റി. അതുപോലെ അടിപൊളി അല്ലേ. അതെ,
ഇതെല്ലാം ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. ഇതിൽ ആകെ ഞങ്ങൾക്കുള്ള ഒരു ടെൻഷൻ എന്താ വെച്ചാൽ നമ്മളെ മോനും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, മോനും ഉണ്ടാകാൻ കഴിഞ്ഞില്ല. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ മോന് വന്നിട്ട് കഴിച്ചാൽ പോരായിരുന്നോ എന്ന്. അപ്പോൾ മോനൂന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഇതിന് വേണ്ടിയിട്ട് എന്താണ് കുട്ടിമോൻ കരുതി വെച്ചിട്ടുണ്ട്, ഇവനക്ക് വേറെ ഫുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയതെന്ന് വെച്ചാൽ ഇന്ന് പോകേണ്ട ഒരു കാര്യം കയ്യില് പൈസ ഇരുന്നാൽ ചെലവായി പോ എന്തെങ്കിലും ആയിട്ട്. അതെ. അപ്പൊ നമ്മള് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു വരും നമ്മള്. മറ്റേ ഇനി പൈസ ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റൂല. എന്തെങ്കിലും ആവശ്യത്തിന് പൈസന്റെ കാര്യം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ചെലവായി പോവും. അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താണ് ഇറച്ചി പൊന്നൂന് കണ്ടപ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടിന്നല്ലാത്ത അവസ്ഥയിലാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഫുഡ് ഞങ്ങളെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് കഴിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കഴിക്കാത്തവർക്കെല്ലാം കഴിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതെ, ഒരുപാട് കഴിക്കാത്ത പേരുണ്ടാവും. അവരൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളൊക്കെ കാണിക്കലിൽ വിഷമമുണ്ട്, പക്ഷെ നമ്മുടെ സന്തോഷം കൊണ്ട് കാണിച്ചതാണ്. കാരണം നമ്മളെ പൊന്നു മോനെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളെ കൂടി അറിയിക്കാതിരിക്കാൻ കഴിയൂല, അതുകൊണ്ട് കാണിച്ചതാണ്. പിന്നെ അപ്പോൾ സൂപ്പ് ഇവിടെ കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഇവർ കഴിക്കാത്തവർ. അപ്പോൾ ഏകദേശം ഇതാ പ്ലേറ്റൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടാ. ശരിക്കും ഇവിടെ നിന്ന് നടക്കാൻ പറ്റുമോന്ന് വരെ സംശയമുണ്ട്, കാരണം ആ രീതിയിൽ കഴിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ആദ്യം കിട്ടുന്ന ഒരു ഫുഡാകുമ്പോൾ വിശന്ന നേരത്തെ ഞങ്ങൾ 1 മണി കഴിഞ്ഞാണ് അവിടെ എത്തിയപ്പോൾ വിശന്ന നേരത്ത് കിട്ടുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞാണല്ലോ. അത് കഴിഞ്ഞാണ്ട് ഓരോരോ ഷെയ്ക്കും ഓർഡർ ചെയ്ത്. അതെ, സമയത്തുള്ള ഫുഡിന്റെ അല്ലട്ടാ, അല്ലാത്തതിന്റെ പക്ക ടേസ്റ്റ് ആണ്. പക്ക ടേസ്റ്റ് ആണ്. പക്ഷെ വിശപ്പുള്ള ടൈമിൽ കഴിക്കുമ്പോഴാണ് ആ ഭക്ഷണത്തിന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഏതായാലും ഷെയ്ക്ക് വന്നിട്ടുണ്ട്, ഈത്തപ്പായ ഷേക്ക്, അതുപോലെ തന്നെ എല്ലാം ചോക്ലേറ്റ് കഴിച്ചു. ഇത് ചോക്ലേറ്റ് ഷേക്കാണ്. 4 അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ കണ്ടില്ലേ പൊന്നൂന്റെ ഒക്കെ സന്തോഷം കണ്ടില്ലേ നിങ്ങള്. ഏതായാലും അങ്ങനെ പറയാം, നമ്മളെ ചെറുപ്പത്തിലൊന്നും ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം നമ്മളെ മക്കൾക്ക് ഏതായാലും ഭാഗ്യം കിട്ടി. ഏതായാലും നമ്മളെ കുട്ടിമോനും നമ്മളെല്ലാം മക്കൾക്കും അതുപോലെ ഇതിന് കാരണക്കാരനായ ആ വ്യക്തിക്കും എല്ലാം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സന്തോഷം നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ വേറെന്താ, പിന്നെ ഇത് കണ്ടില്ലേ ഒരാള് പ്ലേറ്റ് തുടക്കട്ടാ. ബാവാക്ക് ഇത് നല്ല മധുരക്കെട്ടല്ലേ, അപ്പൊ ഷെയ്ക്ക് വേണ്ട പറഞ്ഞ്. അപ്പൊ കണ്ടില്ലേ കുട്ടിമോനെ പെരീത്തെ ഓർമ്മയിലേ ചട്ടി തുടക്കണ കണ്ടില്ലേ. അതെ, അതിന്റെ ഇടയിൽ നിങ്ങൾ കണ്ടില്ലേ കുട്ടിമോ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് കുടിപ്പിച്ചു. തൊള്ളിയിൽ വെപ്പിച്ചതാണ്. ഞാനൊരു പെപ്സി ഓർഡർ ചെയ്തിരുന്നു, കാരണം അതിന് മേലെ കുടിക്കാച്ചിട്ട് ഡേ പെപ്സിയാണ്. പിന്നെ വേറെന്ന് വെച്ചാൽ എന്താ പറയാ, മൊത്തത്തിൽ കാലിയായിട്ടുണ്ട്. ആ ഫുഡൊക്കെ കഴിച്ചത് റാത്തായിട്ട് ഞാൻ നിൽക്കണേ. മുത്തൊക്കെ വിടണ്ട്, നടക്കാൻ പറ്റാ. മാവിന്റെ മേത്തേക്ക് ചാരുമ്പോ ഞാൻ അങ്ങനെ മാറാൻ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.